ഹായ് ഓൾ, ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു മക്രോണി മസാല തയ്യാറാക്കി എടുക്കാം. അതിനായി ആദ്യം തന്നെ 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത വെള്ളത്തിലേക്ക് മക്രോണി ചേർത്ത് 20 മിനിറ്റ് വേവിച്ച് മാറ്റി വയ്ക്കാം. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ നോൺ ഫ്ലേവേർഡ് ഓയിലിലേക്ക് 1 കപ്പ് സവാള ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി സോട്ട് ചെയ്യാം. 2 തക്കാളി, 5 അല്ലി വെളുത്തുള്ളിയും 2 ഉണക്കമുളകും ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുത്തതും ഇനി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയുടെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നന്നായി സോട്ട് ചെയ്യണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ച 1/2 കപ്പ് ചിക്കൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടൊമാറ്റോ സോസ് കട്ടയായിപ്പോയി, അതുകൊണ്ട് ഞാൻ അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് അത് ഒഴിച്ചു കൊടുത്തത്. മസാല ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ റോ സ്മെല്ല് മാറിയതിന് ശേഷം വേവിച്ച് വെച്ച് മക്രോണി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മക്രോണി കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. എരിവിനാവശ്യമായ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. മക്രോണി ചേർത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇളക്കാൻ ശ്രദ്ധിക്കുക. ഈ സമയത്ത് ചെറുതായി മുറിച്ച മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മക്രോണി പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞു പോകും. ഇനി അല്പം ക്രീം ചീസ് കൂടി മുകളിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കുക്ക് ചെയ്യാം. മസാലയുടെ ഫ്ലേവർ മക്രോണിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.